ഐഷ പോറ്റി കോൺഗ്രസിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളേറെ അത് ആ പാർട്ടിയും അതിന്റെ ചെയർമാനും നിരസിക്കുന്നുണ്ടെങ്കിലും ആ അഭ്യൂഹങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ്. പിളരും തോറും വളരും എന്ന കെ എം മാണി അടക്കം പറഞ്ഞിട്ടുള്ള തത്വത്തെ ഇപ്പോൾ ജോസ് കെ മാണി അനുകൂലിക്കുന്നില്ല. തളരുകയാണ് ഉണ്ടായത് എന്ന ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഒരു പിളർപ്പിനുള്ള ത്രാണി കേരള കോൺഗ്രസിനുണ്ടോ എന്നത് മറ്റൊരു ചോദ്യവുമാണ്. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിസ്മയം തുടരുമോ? നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ പി കെ ഗോപൻ CPM-ൽ നിന്ന്, ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്ന്, ശ്രീ ശ്രീകുമാർ മണയിൽ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ എബ്രഹാം മാത്യു മാധ്യമപ്രവർത്തകൻ. ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും. ശ്രീ പി കെ ഗോപൻ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ പി കെ ഗോപൻ, 3 പതിറ്റാണ്ടു കാലത്തെ ബന്ധമാണ് ഐഷ പോറ്റി അവസാനിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമൊന്നും ആയിരുന്നില്ല. ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അവർ അത് നിരസിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഒരു വലിയ കാലയളവിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം അവർ എടുക്കുകയും കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അങ്ങേക്ക് അറിവുള്ള പരിസരം കൂടിയാണ്. എങ്ങനെ അത് സംഭവിച്ചു എന്നാണ് വിലയിരുത്തുന്നത്? എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ് അതിൻ്റെ മുമ്പിൽ. അത് അധികാരം എന്നുള്ളത് മാത്രമാണ്. കാരണം ശ്രീമതി ഐഷ പോറ്റി വളരെ മാന്യയായ ഒരു വനിതയാണ്. അവർ 2000-ന് ശേഷമാണ് CPIM-ൻ്റെ പ്രവർത്തകയായി മാറുന്നത്. അതല്ലാതെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നമല്ല ശ്രീമതി ഐഷ പോറ്റി. അപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് അവരെ പരിഗണിക്കുകയാണ്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും പലരെയും അങ്ങനെ കണ്ടെത്തി മത്സരിപ്പിക്കാറുണ്ട്. പക്ഷേ ശ്രീമതി ഐഷ പോറ്റിയുടെ ഫാമിലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അഗാധമായ ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ശ്രീമതി ഐഷ പോറ്റിയെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുകയും ആ സമയത്ത് തന്നെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ആദ്യത്തെ ഭാഗം CPIക്കാണ് പ്രസിഡന്റ്ഷിപ്പ് ജില്ലാ പഞ്ചായത്തിൽ. അത് കേരളത്തിൽ അങ്ങനെ അവർക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു ജില്ല കൊല്ലമായതുകൊണ്ട്. രണ്ടാമത്തെ ഭാഗത്തിലാണ് CPM-ൻ്റെ ആളുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. അങ്ങനെ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നു. ഫസ്റ്റ് ടൈമിൽ തന്നെയാണെന്ന് ഓർത്തോണം. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരെ കൊട്ടാരക്കര അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥിയാക്കും. അതായത് CPIM-നകത്ത് നിരവധി നേതാക്കളും വനിതകളും. കൊല്ലത്തെ സംബന്ധിച്ച് CPIM ഈ അടുത്ത കാലത്ത് മാത്രമാണ് കുറച്ച് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. CPIക്കായിരുന്നു സീറ്റുകൾ കൂടുതൽ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ RSP ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷിയായിരുന്നപ്പോൾ അവർക്കും CPI എല്ലാം കഴിഞ്ഞുള്ള 2-3 സീറ്റിൽ മാത്രമാണ് CPM മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കൊല്ലം ജില്ലയിൽ അവരെ MLA 3 പ്രാവശ്യമാണ് തുടർച്ചയായി. കഴിഞ്ഞ പ്രാവശ്യം മാറി നിൽക്കേണ്ടി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CPM 2 ടൈം വ്യവസ്ഥ ശക്തമായി പാലിച്ചു നിന്ന സമയം കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം. അതിന് മുമ്പത്തെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 3 ടൈം ആയതിൻ്റെ പേരിൽ അവർ 3 ടൈം പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം 4ാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവ് മാത്രമാണ്. അപ്പോഴാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ മന്ത്രിസഭയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പാർട്ടി നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് KN ബാലഗോപാൽ അവിടെ മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ഐഷ പോറ്റി ആ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് സഹകരിച്ച് തന്നെ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPIM-ൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 40 ആളുകൾക്കടുത്ത് മാത്രമേ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഒരു ജില്ലയിൽ എത്രയോ പ്രധാന പ്രവർത്തകരുള്ളപ്പോൾ പോലും ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുമ്പോഴാണ് എണ്ണം പരിമിതപ്പെടുത്തിക്കൊണ്ട് അത് ആളുകളുടെ വരവിനനുസരിച്ച് എണ്ണം കൂട്ടത്തില്ല CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയും. അത് ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ട ഒരു സമിതിയാണ് CPM-ൻ്റെ ഭരണഘടന അനുസരിച്ച്. അപ്പോൾ 40 അംഗങ്ങൾക്കടുത്ത് മാത്രമുള്ള ജില്ലാ കമ്മിറ്റിയിൽ അവരെ അംഗമാക്കുന്നു. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 75 DC യോഗമാണ് ചേർന്നത് ഒരു സമ്മേളന കാലയളവിൽ, 3 വർഷ കാലയളവിൽ. ഒരു DC യോഗത്തിൽ പോലും ശ്രീമതി ഐഷ പോറ്റി പങ്കെടുത്തിട്ടില്ല, ഒറ്റ DC യോഗത്തിൽ പോലും. അപ്പോൾ അതിൻ്റെ കാരണം ഒരു സംഘടനാ പ്രവർത്തകയായിട്ടിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഏതെങ്കിലും അധികാര സ്ഥാനം കൊടുത്താൽ അത് പരിഗണിക്കാം എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതുപോലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം
ഓൾ ഇന്ത്യ ലായേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹി, അതിൻ്റെ സംസ്ഥാന ട്രഷറർ എന്ന ചുമതലയൊക്കെ അവർക്ക് നൽകി വളരെ മാന്യമായ ഒരു പരിഗണനയാണ് CPM ശ്രീമതി ഐഷ പോറ്റിക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ അവർക്ക് അത് പോരാ എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് കൊടുത്ത വാഗ്ദാനത്തിൽ അവർ വീഴുകയും അവരിപ്പോൾ കൊട്ടാരക്കര കാൻഡിഡേറ്റ് ആണെന്നുള്ള സ്ക്രോള് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾ അവരോടൊരു അനീതിയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശരി, സന്ദീപ് വാര്യർ, നോക്കൂ, ഇതിപ്പം ഒരു പാർട്ടിക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ സ്ഥാനലബ്ധിയും നോക്കൂ, ഡോക്ടർ PK ഗോപൻ പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇപ്പോൾ SFIയിലൂടെ കടന്നു വന്ന് സമരങ്ങളിലൂടെ നേതാവായി അങ്ങനെയൊന്നുമുള്ള ഒരു പശ്ചാത്തലം ഐഷ പോറ്റിക്കില്ല. പക്ഷേ 3 ടേം ഇത് നോക്കൂ, ഒരു പാർട്ടിയിൽ ജീവിതകാലം മുഴുവനും നിന്നിട്ടുണ്ട് എങ്കിലും കിട്ടാവുന്ന സ്ഥാനലബ്ധി ചിലപ്പോൾ ഒന്നുമില്ലാതെ പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എല്ലാ അധികാരങ്ങളും എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും സിദ്ധിച്ച ഒരാൾ ഏറ്റവും അവസാനം ഒരു അധികാര സ്ഥാനവുമായി ബന്ധപ്പെട്ട കലഹമുണ്ടാക്കി കോൺഗ്രസിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങളുടെ നേതാക്കൾ പറയുന്നത് ഇതൊരു വിസ്മയമാണ് എന്നുള്ളതാണ്, ഇതൊരു തുടക്കമാണ് എന്നുള്ളതൊക്കെയാണ്. അത് അത്ര ഒരു വലിയ വിസ്മയമാണോ? ഐഷ പോറ്റിയെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊട്ടാരക്കര നിയോജകമണ്ഡലം ഒരു കാലത്ത് ശ്രീ ബാലകൃഷ്ണ പിള്ളയുടെ ബാലകൃഷ്ണപിള്ള കുത്തക സീറ്റായിരുന്നു. അവിടെ നിന്ന് ആ സീറ്റിൽ വിജയിച്ച് ആ സീറ്റിനെ ഒരു LDFൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ, അവരുടെ ഒരു സ്ഥിരം കോൺസ്റ്റിറ്റ്യുവൻസിയാക്കി മാറ്റുന്നതിൽ അവർക്കുണ്ടായിരുന്ന ജനസ്വാധീനവും അവരുടെ ചില സമവാക്യങ്ങളും അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളുമൊക്കെ വളരെയധികം ഇടതുപക്ഷത്തെ അതിനെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു പ്രതിച്ഛായ, അവർ ജനങ്ങളോട് ഇടപഴകുന്നതൊക്കെയാണ് അവിടെ LDFന് ഉയർന്നു വരാൻ സഹായകമായിട്ടുള്ള ഘടകമെന്ന് പറയുന്നത്. അതോടൊപ്പം അവരുടെ ഒരു പ്രവർത്തന ശൈലിയെയും പാരമ്പര്യത്തെയും ഒന്നും CPMനുള്ളിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ദീർഘകാലമായിട്ടുള്ള പ്രയാസമാണെന്നും അവർ പല ഘട്ടങ്ങളിലും ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും അതെല്ലാം അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. അവർ ഇന്ന് എനിക്ക് തോന്നുന്നത് പൂർണ്ണമായിട്ട് മനസ്സ് തുറന്നിട്ടില്ല. വളരെ കുറച്ച് മാത്രമാണ് മാധ്യമങ്ങളുമായി ഇക്കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത്, പുറത്ത് പറഞ്ഞിട്ടത്. അപ്പോൾ ഒരുപക്ഷെ അവർ വളരെ വാചാലമായിട്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്ന ഒരു ദിവസം അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിന് മുൻപ് ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു വെറും പാർട്ടി മെമ്പറായി മാത്രം പാർട്ടി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല, എന്നെ അവഗണിക്കുന്നുണ്ട്, എനിക്ക് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പോലും മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് പരിഗണന കിട്ടുന്നില്ല, അറിയിക്കുന്നില്ല തുടങ്ങിയ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലും പറയുന്നത് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു പരാതി. നോക്കൂ എത്ര ബാലിശമാണ്. ഐഷ പോറ്റിക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തകരുണ്ടായിരിക്കും. അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള ഭാഗ്യവും അവർക്ക് പാർട്ടി നൽകിയിട്ടുള്ള, ഇപ്പം അങ്ങ് പറയുന്നത് അംഗീകരിച്ചിട്ടില്ല. ഇതിലേറെ ഒരു അംഗീകാരം ഒരു പൊതുപ്രവർത്തകയ്ക്ക് ഒരു പാർട്ടി എന്താണ് കൊടുക്കേണ്ടത്? അത് MLA ആവുക എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ അതിലപ്പുറം സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ എനിക്ക് അറിയില്ല എന്താണ് അവരുടെ വാഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് എനിക്കറിയില്ല. കണ്ണൂരിൽ സമാനമായിട്ടുള്ള പ്രശ്നം CPMനകത്ത് ഉണ്ടായിരുന്നില്ലേ? അപ്പം കണ്ണൂരിലെ സാഹചര്യങ്ങൾ കൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പാർട്ടി വിട്ടിട്ടില്ല എന്നേ ഉള്ളൂ, CPM വിട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഈ ചില സമയത്ത് വാഹനം പാർട്ടി നിഷേധിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്, അവരുടെ മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നു, പാർട്ടി നിയന്ത്രിക്കുന്നു, അവരങ്ങനെ പുറത്തു പോകണ്ട, അവരങ്ങനെ പ്രവർത്തിക്കേണ്ട, അവരൊന്നും അങ്ങനെ ഉയർന്നു വരണ്ട എന്ന് CPMനകത്ത് ചില ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട്. അവർ പുറത്തു വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഈ സെൽഫ് റെസ്പെക്റ്റിനെ ഒട്ടും മര്യാദ കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒട്ടും മാനിക്കാത്ത, പാർട്ടിയുടെ അച്ചടക്കമാണ് എന്തോ വലിയ സംഭവം എന്ന് കരുതുന്ന അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നവരെ ഞാൻ അഭിനന്ദിക്കും. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഇറങ്ങിപ്പോരാണ് വേണ്ടത്. സെൽഫ് റെസ്പെക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്, അങ്ങ് അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു, അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് നോക്കൂ, 3 തവണ MLA ആയിരുന്ന ഒരാൾ, ഇപ്പോൾ MLA ആയ ഉടനെ കാർ വാങ്ങണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. 3 തവണ MLA ആയിരുന്ന ഒരാൾ അതിലേറെ പാർട്ടി അംഗീകരിക്കുന്നില്ല, പാർട്ടി റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി അംഗീകരിക്കാതെ ഒരിക്കലും അവർക്ക് തുടർച്ചയായിട്ടുള്ള ഈ പറയുന്ന ജനാധിപത്യത്തിൽ ഇടപെടാനും വിജയിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അവർക്ക് ശരിയാണ്, ബാലകൃഷ്ണ പിള്ളയ്ക്കെതിരെ വിജയിക്കുന്നു, 10,42,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാൻ മാത്രമുള്ള യാതൊരു അവഗണനയും, ആ വാക്കങ്ങ് ഉപയോഗിച്ചു, ഒരു അവഗണനയും അവരുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ കണ്ടെത്താൻ കഴിയില്ല. അത് മാധു, സത്യത്തിൽ CPMനെ പോലെയുള്ള പാർട്ടികൾക്ക് അകത്ത് നടക്കുന്ന ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് സംബന്ധിച്ച് അത്ര കൃത്യമായ വിവരങ്ങളൊന്നും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരാറില്ല. മാധ്യമങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരും. പൊതുവെ ഒരു കമ്മിറ്റിക്ക് അകത്ത് വെച്ച് അപമാനിക്കപ്പെട്ടാൽ, അവഹേളിതയായി കഴിഞ്ഞാൽ, ഇപ്പോൾ KR ഗൗരിയമ്മ അവഹേളിക്കപ്പെട്ടത് എത്ര കാലത്തിന് ശേഷമാണ് അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്? KR ഗൗരിയമ്മയെ CPMലെ പാർട്ടി കമ്മിറ്റിക്ക് അകത്ത് വെച്ച് ചോത്തി ഗൗരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ആരാണെന്നാണ് ആക്ഷേപമുള്ളത്?
ഈ സാക്ഷാൽ EMSന്റെ മകൻ ആക്ഷേപിച്ചു എന്നുള്ളതല്ലേ KR ഗൗരിയമ്മ തന്നെ, അന്തരിച്ച KR ഗൗരിയമ്മ തന്നെ പറഞ്ഞില്ല. ജാതി വിളിച്ച് ആക്ഷേപിച്ചു, ജാതീയമായിട്ട് ആക്ഷേപിച്ചു എന്ന് KR ഗൗരിയമ്മയ്ക്ക് പോലും അത് നേരിടേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഈ പാവം ആയിഷ പോറ്റിക്ക് അത് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്? ഈ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന തരത്തിൽ അവരുടെ ഇപ്പൊ 3 തവണ MLA ആക്കി എന്ന് പറഞ്ഞു, 4ാം തവണ അവർക്ക് MLA ആകാൻ അർഹതയില്ല, മന്ത്രിയാവാൻ അർഹതയില്ല. നിങ്ങൾ തീരുമാനിക്കുന്നത് ഒരു ചോദ്യത്തിന് ശ്രീ സന്ദീപ് വഴങ്ങ് പ്ലീസ്. പറയൂ പ്ലീസ് സന്ദീപ്, ഒരു ചോദ്യത്തിനൊന്ന് വഴങ്ങി തരാമോ? പറയൂ സന്ദീപേ, നിങ്ങൾ ഇപ്പൊ പറയുന്നത് ലോകത്ത് ഇതുവരെ മനുഷ്യൻ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് EMSന്റെ മകനെ കുറിച്ച് ഇങ്ങോട്ട് ഒരു ആക്ഷേപം. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ വിവരമായത്? അത് EMSന്റെ മക്കളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവരെ കുറിച്ചുള്ള ധാരണ? EMSന്റെ മകൻ ഗൗരിയമ്മയെ ഇങ്ങനെ ഒരു ആ പേര് എനിക്ക് ആവർത്തിക്കാൻ തോന്നുന്നില്ല. ആ പദം അങ്ങ് പറഞ്ഞ പദം എനിക്ക് ആവർത്തിക്കാൻ അസംബന്ധമായി പറയുന്നത്. കേരളത്തിൽ ഞാൻ ഒറ്റ കാര്യം കൂടി ചേർത്തോട്ടെ. അങ്ങ് പറഞ്ഞ അതേ പേര് മുദ്രാവാക്യമായി വിളിച്ച മറ്റൊരു പാർട്ടി ഉണ്ടേ. ശരി, പറഞ്ഞു. അതെല്ലാം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ വിളിക്കാൻ പാടില്ല നല്ല ബോധ്യമുണ്ട്. പക്ഷേ അല്ല, ഞാൻ പറയട്ടെ, ഇതെല്ലാം KR ഗൗരിയമ്മ ഇതെല്ലാം CPM-നകത്ത് ഫേസ് ചെയ്തു എന്നുള്ളത് ഞാൻ ആ പുസ്തകം കൊണ്ടോ ഒന്നും വന്നതല്ല. പല ആവർത്തി കേരളത്തിലെ പ്രിന്റ് മീഡിയയിലും മറ്റ് മാധ്യമങ്ങളും വന്ന കാര്യം ഞാനിവിടെ കോട്ട് ചെയ്താണ്. ഇനി അങ്ങേക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചർച്ച കഴിയുന്നതിന് മുമ്പായിട്ട് ഞാൻ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ എബ്രഹാം മാത്യു, ഇത് നോക്കൂ. നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ആയിഷ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ലണ്ടനിലേക്കും പോയത്. കേരള കോൺഗ്രസ് സത്യം പറഞ്ഞാൽ വിസ്മയം എന്ന വാക്ക് കോൺഗ്രസും UDF-ഉമായി ബന്ധപ്പെട്ടാണ് ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതെങ്കിലും കേരള കോൺഗ്രസ് ഒരു വിസ്മയമാണ്. ഒരുപക്ഷെ കെ മാണിയും PJ ജോസഫും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആദ്യം കേട്ടിട്ടുള്ളതുമായ ഒരു വിസ്മയ സമവാക്യമാണ് ഈ വളരും തോറും പിളരും, പിളരും തോറും വളരും എന്നുള്ളത്. പക്ഷേ ജോസ് കെ മാണി തിരിച്ചറിയുന്നുണ്ട് പിളർന്നപ്പോഴൊക്കെ തളർന്നിട്ടേ ഉള്ളൂ എന്നുള്ളത്. ജോസ് കെ മാണി നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി നിഷേധിക്കുമ്പോൾ കൗതുകകരമായ ഒരു കാര്യം, അദ്ദേഹം ഇന്ന് വ്യക്തത വരുത്താൻ വേണ്ടി പോസ്റ്റിട്ട ഒരു പോസ്റ്റിന് 2 എഡിറ്റ് ഹിസ്റ്ററി കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഇടതുപക്ഷത്ത് തന്നെ തുടരും എന്ന് ഉറപ്പിച്ചു പറയാൻ 2ാമത്തെ എഡിറ്റ് വേണ്ടി വന്നു. ഒരു അജണ്ടയുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ 3ാമത്തെ എഡിറ്റ് വേണ്ടി വന്നു. അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് എത്ര കാലമുണ്ട്? കെ മാണിയുടെ ലെഗസി അങ്ങനെ തന്നെയുണ്ട്. പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് ഒരു രാഷ്ട്രീയ നിലപാട് പറയാൻ ഇത്ര ബുദ്ധിമുട്ടോ? എനിക്ക് തോന്നുന്നത്, അപ്പോൾ ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെ ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുപക്ഷത്ത് നിന്ന് മാറി നിൽക്കുന്നതിനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു പാർട്ടിയുടെ ആന്തരികമായ ചർച്ചകളിലേക്ക് നമുക്ക് എത്രത്തോളം കടന്നു ചെല്ലാൻ കഴിയും എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പക്ഷേ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് മൊത്തം കേരളത്തിൽ കിട്ടിയത് 200-ൽ താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രതിനിധികളെയാണ്. കടുത്ത ക്ഷീണമാണ്. അതെ, അതിന് മുമ്പ് 450ഓളം പ്രതിനിധികളുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിലുള്ള നേതാക്കളും പ്രവർത്തകരും ചില സമ്മർദ്ദങ്ങൾ ജോസ് കെ മാണിയിൽ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം സമ്മർദ്ദങ്ങളെ ജോസ് കെ മാണി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും മുന്നണി വിടണമെന്നുള്ള സമ്മർദ്ദം അദ്ദേഹത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വളരെ ഡയറക്റ്റായി ചോദിക്കട്ടെ, പിളർന്നാൽ ഇനി സാധ്യതയുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നിരുന്നാൽ പോലും റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ റാന്നി MLAയ്ക്കും കൃത്യമായി പിളരേണ്ടതില്ല എന്നൊരു തീരുമാനം ഉണ്ടോ? ഒരു പിളർപ്പ് എന്നുള്ളൊരു നിലയിലേക്ക് ഈ തർക്കം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അത് സത്യമാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നമുക്കൊക്കെ തന്നെ അത്തരം കോണ്ടാക്ട്സ് ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രമോദ് നാരായണൻ, പെട്ടെന്ന് എനിക്ക് പേര് വന്നില്ല. അതെ, പ്രമോദ് നാരായണൻ, റോഷി അഗസ്റ്റിൻ. പക്ഷേ അത് അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോഴത്തെ കേരള കോൺഗ്രസിനെ പിളർത്തും എന്നെനിക്ക് കരുതാൻ നിർവാഹമില്ല. കാരണം അങ്ങനൊരു ഒരു തീരുമാനം ഒരുപക്ഷെ അവരെ കൂടി സമവായത്തിലെടുത്തുകൊണ്ട് ഒരു കൺസെൻസസിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകളിൽ ജോസ് കെ മാണി വ്യത്യസ്തമായിട്ട് ഒരു സമീപനം കൈക്കൊണ്ടു എന്ന് നമുക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. പക്ഷേ കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എന്നൊക്കെയാണ് ജോസ് കെ മാണിക്ക് വിശദീകരിക്കേണ്ടി വരുന്നത്. ഇല്ല, തെറ്റാണ് എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. അല്ല, അങ്ങനെ ഡയറക്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയുന്നത് കൂടി അല്ലല്ലോ, കുറച്ചുകൂടി വ്യാഖ്യാനങ്ങൾ കൂടെ വിധേയമാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു ജോസ് കെ മാണിയുടെ ഒരു പൊതു സ്വഭാവം എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന ആളല്ല. കുറച്ചുകൂടി സാവധാനതയിൽ
തീരുമാനമെടുക്കാൻ വൈകുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട്. വളരെ മെച്യൂരിറ്റിയോട് കൂടി തീരുമാനമെടുക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് പെട്ടെന്നുള്ള പ്രകോപനങ്ങൾക്ക് വിധേയനാകുന്ന ഒരാളായിട്ട് ജോസ് കെ മാണി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഒരു പിളർപ്പ് അസാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുന്നണി വിടുന്ന കാര്യത്തെക്കുറിച്ച് അനൗദ്യോഗികമായ ചർച്ചകൾ ആ പാർട്ടിയിൽ ആന്തരികമായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇടതുമുന്നണി വിട്ടൊരു പരീക്ഷണത്തിന് അവർ തയ്യാറാകുമോ എന്ന് ഒരു സംശയമുണ്ട്. വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. ഓക്കെ, ശ്രീകുമാർ മലിയിൽ ഇതൊരു പ്ലാന്റഡ് വാർത്തയാകാനുള്ള സാധ്യത എങ്ങനെയാണ്? ഇതിപ്പോൾ ഒരു ദേശീയ ദിനപത്രത്തിൽ 1-ാം പേജിൽ ആ വാർത്ത വരികയാണ്, അതായത് സോണിയാഗാന്ധി ഡയറക്റ്റ് വിളിച്ചിരിക്കുന്നു എന്നുള്ളത്. 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സോണിയാഗാന്ധി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോയി, അല്ലെങ്കിൽ സോണിയാഗാന്ധി പറഞ്ഞിട്ടും ഞങ്ങൾ പോയില്ല. 2നും സാധ്യതകളുണ്ട് കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഇതങ്ങനെ പ്ലാൻ ചെയ്ത് ഇതൊരു വിലപേശലിന്റെ പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളതാണോ? മാധു, ഇത് ഇതിൻ്റെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. മാധു, ഇത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇനി ഇടതുമുന്നണിയിൽ തുടരുക എന്നത് രാഷ്ട്രീയപരമായി ദുഷ്കരമായ ഒരു കൃത്യമായിരിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ മാണി വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കോട്ടയം, പത്തനംതിട്ട, കുറേയൊക്കെ ഇടുക്കി ജില്ലകളിലെ കത്തോലിക്ക വോട്ടുകളാണ്. ഈ വോട്ടുകളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇവർ അടിസ്ഥാനപരമായിട്ട് ആൻറ്റി CPM, ആൻറ്റി ലെഫ്റ്റ് വോട്ടുകളാണ്. അപ്പോൾ വീണ്ടും ഇടതുമുന്നണിയിൽ തുടരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ആ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ആ ഒരു ഡൊമൈൻ, വോട്ട് പ്രധാനമായിട്ട് വരുന്ന ഡൊമൈൻ, അത് പതിയെ കോൺഗ്രസിലേക്ക് ചെല്ലും. അങ്ങനെ മാണി ഗ്രൂപ്പിൻ്റെ അടിസ്ഥാന വോട്ടുകൾ ഇല്ലാതെയാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി. ഇത് മനസ്സിലാക്കിയത് 3 ആളുകളാണ്. 1 പാലാ ബിഷപ്പ്, 2 കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്, 3 ചങ്ങനാശ്ശേരി ബിഷപ്പ്. കേരള കോൺഗ്രസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ പാലാ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി രൂപതകളാണ്, കത്തോലിക്ക രൂപതകളാണ്. അവർ 2002 മുതൽ ജോസ് കെ മാണിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നിങ്ങൾ എന്ത് വില കൊടുത്തും LDF ഇടതുമുന്നണി വിട്ടിറങ്ങണം. പ്രത്യേകിച്ച് നർക്കോട്ടിക് ജിഹാദിൻ്റെ വിഷയമൊക്കെ ഉണ്ടായപ്പോൾ പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. പിന്നെ വാസവനും അതിനുശേഷം ജോസ് കെ മാണിയൊക്കെ അവിടെ ഓടിച്ചെന്ന് നമ്മളെ വിഷയമൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ആ സമയത്ത് പാലാ ബിഷപ്പിനെതിരെ കേസെടുത്ത സംഭവം ഇതായിട്ട് ബന്ധപ്പെട്ട് ജോസ് കെ മാണിക്ക് ഒരു തരം അന്ത്യശാസനം തന്നെ, ഇത് എത്ര തവണ അന്ത്യശാസനം കൊടുത്തു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഏതാണ് ജോസ് കെ മാണിക്ക് അന്ത്യശാസനം പാലാ രൂപത കൊടുത്തിരുന്നു. നിങ്ങൾ ഇടതു മുന്നണി വിട്ട് ഇറങ്ങണമെന്നാണ് ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ ശരി, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു വലിയൊരു അന്തരമെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ ഈ മാസക്കണക്കിന് മാത്രം ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് ന്യായം പറയും? അല്ല, പണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഗോപനൊക്കെ അറിയായിരിക്കും. ഈ നയനാർക്കുള്ള പിന്തുണ പിൻവലിച്ച് പോരുന്നത് ഒരു പെട്ടെന്ന് ഒരു സ്പർ ഓഫ് ദ മൊബൈൽ അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ടായ ഡെവലപ്മെന്റ് ആണ്. കേരള കോൺഗ്രസിൽ അതൊരു വിഷയമല്ല. അവരങ്ങനെയൊക്കെ വിട്ടുപോകുന്നതാണ്. 2009 നയനാർ മന്ത്രിസഭയെ മറിച്ചിട്ട് ആന്റണി കോൺഗ്രസും മാണിയും കൂടെ കരുണാകരന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നതൊക്കെ ഇതേപോലെ തന്നെ പെട്ടെന്നൊരു അവസരത്തിലായിരുന്നു അതൊക്കെ. അപ്പോൾ കേരള കോൺഗ്രസിലെ രാഷ്ട്രീയത്തിൽ ഇതൊന്നും അസംഭാവ്യമായ കാര്യമല്ല. നമ്മളതൊരു അവരുടെ ഒരു ലെഗസിയൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഹെറിറ്റൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതൊക്കെ ഇതിലപ്പുറം സംഭവിക്കും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ജോസ് കെ മാണിയെ ഭയപ്പെടുത്തുന്നത് മാണി ഗ്രൂപ്പിന്റെ വോട്ടുകൾ വലിയ തോതിൽ തന്നെ കോൺഗ്രസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതാണ് കോൺഗ്രസ് ഇത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത്. മാണി വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിന്റെ പ്രധാന കാരണം അവർക്കറിയാം ഈ കേരള കോൺഗ്രസ് ഇല്ലെങ്കിലും 2026 ഒരു പക്ഷേ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരും. പരാജയപ്പെടാൻ പോകുന്നത് ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. മാത്രമല്ല കോട്ടയത്തുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഈ മാണി ഗ്രൂപ്പിന്റെ അതിപ്രസരം മൂലം പണ്ട് UDF-ൽ മത്സരിക്കാൻ സീറ്റുകൾ കിട്ടില്ലായിരുന്നു. ഇപ്പൊ പാലയിൽ മത്സരിക്കാം, കാഞ്ഞിരപ്പള്ളി മത്സരിക്കാം, ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കാം, പൂഞ്ഞാറിൽ മത്സരിക്കാം. നേരത്തെ ഒന്നും മത്സരിക്കാൻ കിട്ടില്ലായിരുന്നു. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് പുതിയ സന്തോഷമാണ് മാണി ഗ്രൂപ്പ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF വിട്ടില്ലായിരുന്നെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ ശേഷക്രിയകൾ നടത്തേണ്ടി വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയ്ക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒഴുക്കാണ് കോൺഗ്രസിലേക്ക് ഈ മാണി ഗ്രൂപ്പിന്റെ വോട്ടുകൾ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, പാലാ മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരൊറ്റ വാർഡിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അത് കൈപ്പിടിയിൽ ഒതുങ്ങിയത് എന്നുള്ളൊരു ഗതികേട് അവർക്ക് നിൽക്കുകയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ PK ഗോപൻ, ഇപ്പൊ നോക്കൂ,
ഇതിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ല ഇപ്പം പറയുന്നുണ്ടല്ലോ കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കും, KN ബാലഗോപാൽ കൂടി മത്സരിക്കുകയാണ് എങ്കിൽ അങ്ങനെ ഒരു വലിയ പോരാട്ടം അവിടെ നടക്കാൻ പോവുകയാണ്. രണ്ടുപേരും ജനകീയ പിന്തുണയുള്ള നേതാക്കളാണ്. ശരിയാണ്, ഇത് കഴിഞ്ഞ ദിവസം ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇത് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി വെച്ചൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ കഴിയില്ലാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ട്. ശരി, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ആയിഷ പൂറ്റി കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരമെങ്കിൽ ഇത് നോക്കൂ, CPM-ന്റെ അടിത്തറയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? കൊല്ലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എങ്ങനെയാണ് പോയത് എന്നുള്ളത് അങ്ങേക്കറിയാമല്ലോ. കോർപ്പറേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും എന്ന് നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അവിടെ ആയിഷ പൂറ്റി ഒരു വെല്ലുവിളിയാകുമോ? ശ്രീമതി മാധു, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് വളരെയധികം ഹോണ്ട് ചെയ്യുന്ന ഒരു പ്രതിപാദ്യമാണ് ശ്രീ സന്ദീപ് വാര്യരിൽ നിന്നുണ്ടായത്. അദ്ദേഹം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഫ്ലോറിൽ പോലും സഖാവ് EMS-ൻ്റെ പേര് പറയുമ്പോൾ 10 വട്ടം ആലോചിച്ചിട്ട് പറയേണ്ടുന്ന ഒരു മഹാമനീഷിയാണ് EMS. സാധാരണ ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. 5000-ലധികം ഏക്കർ ഭൂമി കേരളീയ സമൂഹത്തിന് ദാനം ചെയ്തിട്ട് ഭൂപരിഷ്കരണം ഏർപ്പെടുത്തിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ മരിച്ചു. അവശേഷിക്കുന്നത് സഖാവ് EM രാധ മാത്രമാണ്. നിങ്ങൾ സഖാവ് EM രാധയെ കണ്ടാൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള എന്തെങ്കിലും ഭാവം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ അല്ല അദ്ദേഹത്തിന്റെ അല്ല ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയ രംഗത്ത് ആകെ ബന്ധമുണ്ടായിരുന്നത് ഡോക്ടർ തോമസ് ഐസക്കിനൊപ്പം ജനകീയാസൂത്രണത്തെയും മറ്റും പങ്കാളിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് സഖാവ് EM ശ്രീധരനാണ്. എല്ലാ കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു രേഖയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ സത്യമായി പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ലായിരുന്നു. ആ രേഖ ഗൗരി അല്ല, അങ്ങനൊരു വാക്ക് EMS-ന്റെ മകൻ പറഞ്ഞതായിട്ട് കേരളീയ സമൂഹം ചർച്ച ചെയ്തിട്ടില്ല. ഗൗരിയമ്മ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് CPIM-ൽ നിന്ന് വിട്ടുപോകുമ്പോ ഇല്ല മാധു, ഗൗരിയമ്മ സഖാവ് KR ഗൗരിയമ്മ കേരളം വളരെ ആദരവോടുകൂടി നോക്കിക്കണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. അവർ CPIM-ഉമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് വ്യക്തിപരമായ അവരുടെ പ്രശ്നം മാത്രമല്ല, അവരുടെ കൂടെ ബന്ധപ്പെട്ട് നിന്ന കുറേ കാര്യങ്ങൾ, നമുക്ക് സമയമില്ല അതിലേക്ക് പോകാൻ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ EMS-ന്റെ മകനെ ബന്ധപ്പെടുത്തി അത് EMS എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് EMS-ന്റെ ഫാമിലിപ്പെട്ടവർ എങ്ങനെ ചിന്തിക്കുന്നു മനസ്സിലാകാത്തത് കൊണ്ടുമാണ് EMS-ന്റെ മകൻ അല്ലെങ്കിൽ EMS-ന്റെ മകൾ ജാതി പറഞ്ഞ ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നത് സ്വപ്നം കാണാൻ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളും കഴിയില്ല. ദയവായിട്ട് അത്തരം പരാമർശങ്ങൾ നടത്തി നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ മാലിന്യത്തിലേക്ക് മഹാനായ EMS-ന്റെ കുടുംബത്തെ വലിച്ചഴക്കരുന്ന അഭ്യർത്ഥന എനിക്ക് ആദ്യമായിട്ടുണ്ട്. ഇതിൽ സംസാരിച്ചു പോകാമെന്ന് തോന്നുന്നു. സഖാവ് ഗൗരിയമ്മ, അങ്ങേക്ക് അതിന് മറുപടി ഉണ്ടോ? തീർച്ചയായിട്ടും മറുപടി ഉണ്ട്. ഞാൻ അദ്ദേഹം സംസാരിച്ചു തീരട്ടെ എന്ന് ചെയ്തതാണ്. നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് വളരെ വർഷങ്ങളായിട്ട് വായിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വായനയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചത്. ഇത് മാതൃഭൂമിയിൽ തന്നെ ഈ കാര്യം KR ഗൗരിയമ്മ പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ മാധുവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ഈ അതിലെന്താ പറയുന്നത്, CPM സംസ്ഥാന കമ്മിറ്റി ഒരു കൗരവ സഭയാണ്. എന്നെ സഖാവ് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ അവസാനം സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്കുണ്ടായ ദുരനുഭവം ഇതുവരെ മറന്നിട്ടില്ല. EMS-ന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ ചോത്തി ഗൗരി എന്ന് വിളിച്ചു. EMS-നെ ഞാൻ അന്ന് ആദ്യമായി നമ്പൂതിരിപ്പാട് എന്ന് വിളിച്ചു. KR ഗൗരിയമ്മ. ഇത് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ ഞാൻ പൂർത്തിയാക്കട്ടെ അത് കഴിഞ്ഞാൽ സംസാരിക്കൂ. 99ാമത്തെ പിറന്നാളിന് ഗൗരിയമ്മ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അതിന്റെ വിഷ്വൽസ് മാതൃഭൂമിയുടെ ആർക്കൈവ്സ് ഉണ്ടെങ്കിൽ ദയവേത് കാണിക്കണം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ EMS ജാതി ഞാൻ ഈഴവ സ്ത്രീ ആയതുകൊണ്ടാണ്, അവർ ഉപയോഗിച്ച പദവി തന്നെയായിരുന്നു, അതുകൊണ്ടാണ് എന്നെ പാർട്ടിയിൽ ഉപദ്രവിച്ചത്, എനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായത്, EMS-ന്റെ ഭാഗത്ത് ദുരനുഭവം ഉണ്ടായെന്ന് KR ഗൗരിയമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ ഓൺ റെക്കോർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ കളവ് പറഞ്ഞു എന്ന് ഗോം പറയുമ്പോൾ എനിക്ക് സാമാന്യ ബുദ്ധി തെറ്റിയിട്ടൊന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും അന്തരിച്ച KR ഗൗരിയമ്മ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പറയുമ്പോഴേക്ക് ഇതൊന്നും സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് CPM പറയുമ്പോഴേക്ക് വിശ്വസിക്കണമെങ്കിൽ അത് CPM-ന്റെ കേഡറായിരിക്കും. അദ്ദേഹത്തിന്റെ അവസരം ഞാൻ കവർന്നെടുത്ത്
മറ്റൊരു വിഷയമാണ് നമ്മൾ അല്ല സംസാരിക്കുന്നത്. ശ്രീമതി മാധു, ഇത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന ചർച്ച മാധു നേരത്തെ ഓർമ്മിപ്പിച്ച വിഷയമുണ്ടല്ലോ. കേരളം മുഴുവൻ 959 വിമോചന സമരത്തിൽ കോൺഗ്രസ് എഴുതി വായിച്ച മുദ്രാവാക്യമാണ് ചാത്തൻ പുലയനെന്നും ഗൗരി ചോത്തി എന്നും വിക്കൻ നമ്പൂതിരി എന്നും അതുപോലെ തണ്ടാമുണ്ട മുണ്ടശ്ശേരി എന്നുള്ള മുദ്രാവാക്യമെല്ലാം കേരളത്തിലെ കോൺഗ്രസ് വിമോചന സമരകാലത്ത് ഇന്നിപ്പോൾ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊക്കെ പാടുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി അന്ന് കേരളത്തിൽ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച മുദ്രാവാക്യം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഗൗരിയമ്മ പാർട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന കാലത്ത് ആ കമ്മിറ്റിക്കകത്ത് ഗൗരിയമ്മ പോകാൻ പോകുന്ന സ്ഥലത്തുള്ളവർ ഇങ്ങനെയാണ് ഗൗരിയമ്മയെ ആക്ഷേപിച്ചത് എന്ന ചർച്ചയാണ് വന്നിട്ടുള്ളത്. അല്ലാതെ ഗൗരിയമ്മയെ ആരും ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതല്ല എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ചുള്ള മറുപടി. ഞാൻ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ സമയത്ത് വരുന്നില്ല. ഇനി കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കൊട്ടാരക്കരയിൽ ശ്രീമതി ഐഷ പോറ്റി അവരും MLA ആയിട്ട് പ്രവർത്തിച്ചിരുന്നപ്പോൾ നന്നായി പ്രവർത്തിച്ച MLA ആണ് അവർ CPIM-ന്റെ എല്ലാ പിന്തുണയോടും കൂടി MLA ആയിട്ട് പ്രവർത്തിക്കുകയും സാമാന്യം മികച്ച രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, അവർ പ്രവർത്തിച്ച പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഏത് അഖിലേന്ത്യാ നേതാവും ഏത് താഴെത്തട്ടിലുള്ള ആളുകൾക്കും ഒരു പാർട്ടി നിശ്ചയിക്കുന്ന ചുമതലകളുണ്ട്, ജനപ്രതിനിധികളുടെ ചുമതല അല്ലാത്ത ചുമതലയുണ്ട്. അതായത് പാർലമെൻ്ററി രംഗവും പാർട്ടി രംഗവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവരോട് ബ്രാഞ്ചിൽ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പ്രവർത്തിക്കണം, ഫണ്ട് പിരിക്കാൻ പറഞ്ഞാൽ താഴെ പോയി ബക്കറ്റ് കിൽക്കേണ്ടി വരും, പത്രം ചേർക്കാൻ പറഞ്ഞ് ചേർക്കേണ്ടി വരും, അങ്ങനെ കുറേ ജോലികളുണ്ട്. അത്തരം ജോലികളോട് വിരസത കാണിച്ചിട്ടുള്ള ഒരു മഹതി കൂടിയാണ് ശ്രീമതി ഐഷ പോറ്റി. അവര് കൊട്ടാരക്കര മത്സരിച്ചാൽ ശ്രീമതി മാധു ഞാൻ രാഷ്ട്രീയമായി ഒരു ആലങ്കാരികത ചേർത്തോ അതിശയോക്തി എക്സാർഗേഷൻ പറയല്ല. കൊട്ടാരക്കരയിൽ ശ്രീ KN ബാലഗോപാലിൻ്റെ പ്രവർത്തന ഫലമായി ഞാൻ ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറയട്ടെ, 139 സീറ്റ് കേരളത്തിൽ തോറ്റാലും കൊട്ടാരക്കര സീറ്റ് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്ന ഒരു സീറ്റാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു ശ്രീമതി മാധു. ഞാൻ വെറുതെ പറയല്ലത്. അതുകൊണ്ട് ശ്രീമതി ഐഷ പോറ്റിയല്ല, കോൺഗ്രസിൻ്റെ ഏത് നേതാക്കൾ കൊട്ടാരക്കര വന്ന് മത്സരിച്ചാലും ഞങ്ങൾ സെക്യൂർ ആക്കിയിട്ടുണ്ട് ആ മണ്ഡലം. അതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു പേടിയുള്ളൊരു കാര്യമല്ല. അവർ മത്സരിക്കുന്നത് കൊണ്ട് അവരെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നെങ്കിൽ മത്സരിപ്പിച്ചോട്ടെ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത്, ഈ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത്, അവരുയർന്നു വരണ്ട, അങ്ങനെ മിടുക്കിയാകണ്ട, അവർ സഞ്ചരിക്കണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചാൽ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുവോ, അവരെ MLA ആക്കുവോ, അവരെ മഹിളയുടെ നേതാവാക്കുവോ, അവരെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് എടുക്കുവോ, അവരെ ഏരിയ കമ്മിറ്റിയിൽ എടുക്കുവോ, ഇതെല്ലാം അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ KN ബാലഗോപാലിന് കിട്ടിയ വോട്ടിനേക്കാൾ ഏതാണ്ട് 10-20,000 വോട്ട് അധികം നേടാൻ കഴിഞ്ഞ ഒരാളാണ് ഐഷ പോറ്റി. അതിന്റെ കൂടെ കോൺഗ്രസ് വോട്ടും കൂടി ചേർന്നാൽ ഈ പറയുന്ന വെല്ലുവിളി എത്ര സാധ്യമാകും എന്നറിയില്ല. എനിക്ക് കൗതുകവും ആകാംക്ഷയും ഉണ്ട്. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. വ്യക്തി വോട്ടല്ലെങ്കിൽ CPM-ന് കഴിഞ്ഞ തവണ വോട്ടിൽ പ്രശ്നമുണ്ടായി. ശരി ശിബ്രഹ്മത്യുപം, കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയ ആദ്യകാലം കേരള കോൺഗ്രസിന്റെ പ്രഭാവത്തിൽ കോട്ടയം തന്നെ ചോദിപ്പിച്ചെടുത്തു CPM. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? അത് ഒരു നാച്ചുറൽ ചോയ്സ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണോ? കേരള കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു മധ്യവർഗം അതിപ്പോഴും മധ്യതിരുവിതാംകൂറിൽ പ്രസക്തം തന്നെയാണ്. പോപ്പുലേഷനൊക്കെ കുറഞ്ഞു, പുതിയ തലമുറയില്ല, മൈഗ്രേഷൻ വളരെ കൂടി, മലയോര മേഖലയിലെ കർഷകരെല്ലാം പടിയിറങ്ങാൻ തുടങ്ങി. ഇതൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നിൽക്കുന്നെങ്കിൽ പോലും ഒരു കടുത്ത രാഷ്ട്രീയ സ്വഭാവമില്ലാത്ത ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ചിഹ്നമായി കേരള കോൺഗ്രസ് ഇപ്പോഴും ഏറെക്കുറെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മധ്യതിരുവിതാംകൂറിൽ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് വലിയ രാഷ്ട്രീയ പ്രബുദ്ധത മുൻനിർത്തിയുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഉണ്ടാകുന്നതിന് പകരം, അങ്ങനെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അതിനോടൊപ്പം തന്നെ ഈ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന, വ്യക്തികളെ ബേസ് ചെയ്തിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംസ്കാരമുണ്ട്. അങ്ങനെയാണല്ലോ KM മാണിക്കൊക്കെ ഒരു കൾട്ട് ഫിഗറായിട്ട് അവിടെ എമർജ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ആ സ്വഭാവം അവിടെയുണ്ട്. അത്തരം വോട്ടുകൾ തീർച്ചയായിട്ടും സമാഹരിക്കാൻ ജോസ് കെ മാണിക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട്. കാരണം സംഘടനാ വൈഭവമുള്ള പാർട്ടി ഇപ്പോഴും കേരള കോൺഗ്രസുകളുടെ കൂട്ടത്തിൽ മാണി ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ KM മാണി ഉള്ള കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കമാൻഡിങ് പവറുണ്ട്.
കെ മാണി എന്ന് പറയുന്ന വലിയൊരു അധികാരൻ അവിടെ നിൽക്കുകയാണ് പാലായിൽ. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എല്ലാ കാലത്തും പാലായാണ്. പക്ഷെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹത്തെക്കാൾ തലമുതിർന്ന, അദ്ദേഹത്തെക്കാൾ പാരമ്പര്യമുള്ള നേതാക്കളുണ്ട്. വിജയ് ജോസഫ് പോയപ്പോൾ പിളർന്നു പോയവരുണ്ട്. ഇപ്പോഴും ഈ പറയുന്നത് ഇങ്ങനെ പിളർന്നാൽ ഇനി ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് കണ്ട് മറ്റു രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങ് തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച്. ആ നിലയ്ക്ക് വോട്ട് ചോർച്ച ഒരിക്കലും കേരള കോൺഗ്രസിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഈ നമ്മളെപ്പോഴും ഈ മുതിർന്ന നേതാക്കളെന്ന് പറയും, അങ്ങനെ മുതിരേണ്ട കാര്യമുണ്ടോ? കാരണം പ്രായം കൂടുന്തോറും വിവേകം കൂടുമെന്നൊക്കെ ഉള്ളൊരു മിഥ്യാധാരണയായിട്ട് എനിക്ക് തോന്നിയത്. വിഡ്ഢിത്തരം കൂടുന്നു എന്ന് നമുക്ക് കുറച്ചുകൂടി ലോജിക്കായിട്ട് പറയാൻ കഴിയും. അത് ഞാൻ പറയാതെ പ്രായം കൂടിയ നേതാക്കളാൽ നയിക്കപ്പെടണമെന്നൊക്കെ ഉള്ളത് പണ്ടത്തെ ഒരു സങ്കല്പമാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ജോസ് കെ മാണി അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയിരുന്നു. ആ പ്രൊഫഷണൽ സമീപനം സംഘടനാ ലെവലിലുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പം തന്നെ നമ്മൾ നോക്കൂ, ഈ കേരള കോൺഗ്രസുകളിലെ ലീഡ് ചെയ്യുന്ന ആരാണ്? അനൂപ് ജേക്കബ്, അല്ലെങ്കിൽ ഗണേഷ് കുമാർ, ഇപ്പോൾ പി ജെ ജോസഫ് മാറി അദ്ദേഹത്തിൻ്റെ മകൻ, അവരുടെ എല്ലാം പ്രായം ഏറെക്കുറെ ഒരുപോലെ തന്നെയല്ലേ? അങ്ങനെ മുതിർന്ന നേതാക്കൾ ഈ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മറ്റു പാർട്ടികളുടെ ഞാൻ പറയുന്നില്ല. കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ഈ കാലിൻ്റെ ചോട്ടിലെ മണ്ണ് ഒഴുകിപ്പോയത് തിരിച്ചറിയാത്തവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ മധുരിതാംകൂറിൻ്റെ ക്യാരക്ടർ അവർ പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഇടത്തരം കർഷക പ്രശ്നം എന്നൊക്കെ പറയുന്നു. എവിടെയാണ് ഈ കർഷകനുള്ളത്? കർഷകനില്ല, കർഷകൻ തീർന്നു. മലയോര മേഖലയാണ് അവരുടെ വോട്ട് ബാങ്കായിട്ട് പറയുന്നത്. ഇപ്പോൾ അവിടെ ആരാ ഉള്ളത്? ഈ വന്യമൃഗശല്യം കാരണം ഉള്ളവരെല്ലാം അവിടെ വിട്ടുപോവുകയാണ്. സെക്കൻഡ് ജനറേഷൻ അവിടെ ഇല്ല. കുറ്റ്യാടി പോലെയുള്ള കുടിയേറ്റ മേഖലകളിൽ നിന്ന് കുടിയിറക്കം നടക്കുകയാണ് പല കാരണങ്ങളാൽ. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാത്തവരാണ് ഈ ഒരു കാലത്ത് ഈ ജൂബായിട്ട് കിടന്ന ആളുകൾ. ഇപ്പം ജോസ് കെ മാണി പോലെയുള്ള പുതിയ ആളുകൾക്ക് മാത്രമേ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോസ് കെ മാണിക്ക് മാത്രമല്ല, ആ ഒരു റേഞ്ചിലുള്ളവർക്ക് അവരത് അഡ്രസ്സ് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഈ ജോസ് കെ മാണിയെക്കുറിച്ച് ആളുകൾ പറയുന്നത്, അദ്ദേഹം പലപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്നത് അദ്ദേഹം കെ മാണിയായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അത് വലിയ മഹാന്മാരുടെ മക്കൾക്കെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ഒരു പൊതു ട്രാജഡിയാണത്. വലിയ ആളുകളുടെ മക്കളെ കമ്പയർ ചെയ്യും, വലിയ എഴുത്തുകാരുടെ മക്കളെ കമ്പയർ ചെയ്യും, വലിയ നടന്മാരുടെ മക്കളെ കമ്പയർ ചെയ്യും. അതൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്ന ജോസ് കെ മാണി വലിയ പ്രകോപനങ്ങളെ ചെറുക്കാറില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സംയമനത്തോടു കൂടി സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ പ്രകോപനങ്ങൾ ബാധിക്കുന്നില്ല. ശരി. അല്ല, ഇപ്പോഴത്തെ ഈ ഒരു ആശയക്കുഴപ്പത്തെ അതിജീവിക്കാൻ ഈ പറയുന്ന സംയമനം കൊണ്ട് സാധിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അതെ അതെ അതെ. ശരി, ഓക്കെ. ശ്രീകുമാർ മണിയിൽ, അതായത് കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ചോയ്സ്, അവിടെയാണ് ഒരു സ്വാഭാവിക സഖ്യം രൂപപ്പെടുന്നത് എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടി പ്രാക്ടിക്കലായ ഒരു നിലപാടല്ല എന്നുള്ളതാണ് ശ്രീ എബ്രഹാം മാത്യു പറയുന്നത്. ഇടതുപക്ഷത്ത് നിന്ന് നിലയുറപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ നോക്കൂ, റോഷി അഗസ്റ്റിൻ തുടരും എന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, പ്രമോദ് നാരായൺ തുടരും എന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ജോസ് കെ മാണി എന്തു പറയുന്നു എന്നതിനപ്പുറത്ത് ഇവിടെ തന്നെയാണ് എന്ന ഒരു പ്രഖ്യാപനം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ കണ്ടില്ല എന്നടിച്ച് ജോസ് കെ മാണിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? മാധു, അത് ഇപ്പൊ റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായൺ രണ്ടുപേരും കോട്ടയം ജില്ലയിലെ MLA-മാരല്ല. ഇവർ റോഷി അഗസ്റ്റി ഇടുക്കിയിലും പ്രമോദ് പത്തനംതിട്ടയിലെ റാന്നിയിലുമാണ് MLA ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് അറിയാമോ? ഈ റോഷി അഗസ്റ്റിന് വീണ്ടും ഒരിക്കൽ കൂടി ഇടത് സ്ഥാനാർത്ഥി ആയാലും ഇടുക്കിയിൽ നിന്ന് ജയിക്കാൻ കഴിയും. ഈ പ്രമോദ് നാരായണന് ഈ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ പിന്നെ രാജു എബ്രഹാമിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ മണ്ഡലം അദ്ദേഹത്തിന് കിട്ടുക നിലനിർത്താൻ പറ്റൂല. ഈ രണ്ട് പൊളിറ്റിക്സ്, കാരണം അവരുടെ വ്യക്തിപരമായ പൊളിറ്റിക്സ് അതാണ്. പിന്നെ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവർ പ്രോ കോൺഗ്രസും പ്രോ UDF-ഉമാണ്. ഒരിക്കലും അത് പ്രോ ലെഫ്റ്റ് വോട്ട് ബാങ്കോ അല്ലെങ്കിൽ പ്രോ കമ്മ്യൂണിസ്റ്റോ അല്ല അവരൊരിക്കലും. ആ ജനവിഭാഗം തന്നെ ഇറ്റ്സെൽഫ് അത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താല്പര്യമില്ലാത്തവരും ഇടത് ആശയങ്ങളോട് താല്പര്യമില്ലാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഒരു സംവിധാനത്തിൻ്റെ പേരിൽ അവർ ഇപ്പോൾ 80-ലായാലും ഈ കഴിഞ്ഞ 2021 ഇലക്ഷനിലൊക്കെ ആയാലും CPM-ഉം ഇടതുപക്ഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷമായിട്ട് യോജിച്ചെങ്കിലും അവരുടെ അടിസ്ഥാനപരമായ വോട്ട് ബാങ്കിൻ്റെ സ്വഭാവം, ക്യാരക്ടർ ഓഫ് ദെയർ ഫൗണ്ടേഷണൽ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ആൻറ്റി ലെഫ്റ്റ് ആണ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആണ്. ഇത് ജോസ് കെ മാണിക്ക് വളരെ നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചാഞ്ചാട്ടം നടത്തുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ സംഭവിച്ചത് എന്താണ്? ഈ വോട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വോട്ട് മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പോയി. അത് ഒഴുകി പോകുന്നത് ജോസ് കെ മാണി കണ്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ CPM-ന്റെ കൂടെ
സത്യം പറഞ്ഞാൽ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നിട്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ പരിഗണന LDF കൊടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പലരും പറയുന്നത്. എന്നിട്ട് പോലും പക്ഷേ ഈ അടിസ്ഥാന വോട്ട് ബാങ്കിനെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് അറിയില്ല. കാരണം വെച്ചാൽ ഈ ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയമൊക്കെ മാറി വരിക. ദേശീയ രാഷ്ട്രീയത്തിൽ പണ്ടത്തെ പോലെ കോൺഗ്രസിന് അത്ര വലിയ ഇതില്ല. പിന്നെ മാത്രമല്ല BJP ഭരണത്തിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അത്തരം വിഷയങ്ങൾ വരുന്നു. അപ്പോൾ ഈ ഒരു ദേശീയ മതേതര ധാരയോട് ചേർന്ന് നിൽക്കാനുള്ള സ്വാഭാവികമായൊരു ത്വര ഈ കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ UDF-ന്റെയും കോൺഗ്രസിന്റെ ഒപ്പം ചേരും. അല്ലാതെ അവർക്ക് ഒരു ചോയ്സ് ഇല്ല. നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ അതിരൂപം ഇപ്പോഴും ഒരു ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഹെജിമണിയുള്ള ഒരു പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. ഈ അപ്പോൾ ക്രൈസ്തവ സമുദായത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ അടിസ്ഥാനപരമായ ചോദന, ആ ഒരു ത്വര എന്ന് പറയുന്നത് അവരെന്നും എക്കാലവും ഒരു പ്രത്യേകിച്ച് ഈ സിറിയൻ റോമൻ കത്തോലിക്കരുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഇടത് വിരുദ്ധരായിരുന്നു. അപ്പോൾ അവരുടെ മനസ്സിലെപ്പോഴും ഈ താൽക്കാലികമായ ചില ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ ആ ലോയൽറ്റി ഒന്ന് ഷിഫ്റ്റ് ചെയ്താലും അവരുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് കോൺഗ്രസിനോട് UDF-നോട് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പം മാത്രമല്ല, കോൺഗ്രസിനോട് UDF-നൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് കിട്ടിയ പ്രാമുഖ്യം നിങ്ങളൊന്ന് ആലോചിക്കുക. 82-ലെ കർണാടക മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് കിട്ടിയ വകുപ്പുകൾ നിങ്ങൾക്കറിയാമോ? റവന്യൂ, വിദ്യാഭ്യാസം, ധനകാര്യം. ഇത്രയും വലിയൊരു രാഷ്ട്രീയ ശക്തിയെ കേരള കോൺഗ്രസിൽ നിന്ന് മാറിയതാണ് 82-ലെ കർണാടക മന്ത്രിസഭയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ക്രൈസ്തവ വിഭാഗത്തിനും കേരള കോൺഗ്രസിലും മാറണമെങ്കിൽ കുറച്ചുകൂടെ നല്ല മണ്ണ് UDF-ന്റെ മണ്ണാണെന്നും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതാണെന്നും മാത്രമല്ല ഈ സഭാപിതാക്കന്മാർക്കൊക്കെ കോൺഗ്രസ് നേതാക്കളോടാണ് വ്യക്തിബന്ധമുള്ളത്. പിണറായി വിജയനേക്കാളിലൊക്കെ എത്രയോ വ്യക്തിബന്ധമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഈ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഇടതുപക്ഷത്താണ് തുടരുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻസും എഴുതുന്നതിലെ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം തന്നെ ഇത് വ്യക്തമാക്കി അങ്ങനെയൊന്നില്ല എന്നുള്ളത്. അല്ല, എങ്ങനെ അത് ആത്മഹത്യപരമായിരിക്കും മാധൂർ, സംശയമില്ല. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ജോസ് കെ മാണി LDF വിടാൻ തീരുമാനിച്ചില്ല എങ്കിൽ 100% അത് അദ്ദേഹത്തിന് ആത്മഹത്യാപരമായിരിക്കും. കാരണം പാലായിൽ നിന്ന് പോലും UDF സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം പാലായിൽ വന്നാൽ പോലും മാണി സി കാപ്പൻ ചിലപ്പോൾ എടുത്ത് സ്ഥാനാർത്ഥിയായിട്ട് അവർ വന്നാൽ ചിലപ്പോൾ തോറ്റു പോകുന്നുള്ള ഭയമുണ്ട് അദ്ദേഹത്തിന്. UDF-ൽ വരുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ മറ്റേതെങ്കിലും സീറ്റ് കാഞ്ഞിരപ്പള്ളിയോ ചങ്ങനാശ്ശേരിയോ ഒക്കെ മത്സരിക്കേണ്ടി വന്നേക്കാം. അപ്പൊ അതുപോലെ ഈ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേരിടുന്ന പൊളിറ്റിക്കൽ ക്രൈസിസ് ശരിക്കും ഉണ്ടത്. അത് എവിടെ നിന്ന് മത്സരിക്കും എന്നുള്ള പോലും. അപ്പോൾ ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്ത സ്ഥിതിക്ക് ഇനിയും അവിടെ നിൽക്കുന്നത് രാഷ്ട്രീയപരമായ ആത്മഹത്യ എന്നുള്ള ഒരു സംശയമില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച്. അത് അതിന്റെ രണ്ടാം ഘട്ട നേതാക്കന്മാരെല്ലാവരും പറയുന്നുണ്ട്. ഈ കേരള കോൺഗ്രസ് വളർന്നു വന്നത് ഇപ്പം നമ്മളെല്ലാവരും പറയുന്നതായിട്ടൊന്നും കേരള കോൺഗ്രസ് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വന്നു. കേരള കോൺഗ്രസിൻ്റെ തുടക്കം തന്നെ ഈ കോൺഗ്രസുമായിട്ടുള്ള ഫൈറ്റിലാണല്ലോ അവർ വളരുന്നത്. 65-ൽ KM മാണി മത്സരിക്കുമ്പോൾ എതിർത്താരാണ് വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായ RV തോമസിൻ്റെ ഭാര്യയാണ്. അവരെയാണ് ആദ്യം തോൽപ്പിക്കുന്നത്. പിന്നെ MM ജേക്കബിനെ തോൽപ്പിക്കുന്നു. അന്ന് ഈ പണച്ചാക്കുകളും സഭയും പാലായിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളും എല്ലാം തന്നെ മാണിക്കെതിരായിരുന്നു. കാരണം അവരെല്ലാം കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസുമായിട്ട് ഫൈറ്റ് ചെയ്ത് വളർന്നു വന്ന ഒരു പ്രസ്ഥാനം തന്നെയാണത്. അത് ആ കോൺഗ്രസ് വിരുദ്ധത കൂടി അതിനുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതിപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കേരള കോൺഗ്രസിന്റെ സംസ്കാരത്തിൽ ഈ കോൺഗ്രസ് വിരുദ്ധതയുണ്ട്. CPM വിരുദ്ധത എന്നുള്ളത് KM മാണി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അധ്വാനവർഗ സിദ്ധാന്തത്തിൽ ഈ വർഗ വിശകലനം, കാറൽ മാർക്സിന്റെ വർഗ വിശകലനം 2 വർഗങ്ങളെ പ്രോളിറ്റേറിയറ്റിനെയും ക്യാപിറ്റലിസ്റ്റിനെയും ബേസ് ചെയ്തുള്ളതാണ്. അത് കൂടാതെ ഒരു വർഗം, 3-ാം വർഗം, ഇടത്തരക്കാരായ മധ്യവർഗമുണ്ട്. ആ മധ്യവർഗത്തെ മാർക്സ് അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് അത്രേ KM മാണി ഈ അധ്വാനവർഗ സിദ്ധാന്തം എഴുതിയത്. അങ്ങനെ ആ തിയററ്റിക്കലായിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദർശനങ്ങളെ നിരാകരിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അപ്പോൾ കോൺഗ്രസ് വിരുദ്ധതയോട് കൂടി വളർന്നു വന്ന ഒരു പാർട്ടിയാണത്. എന്നാൽ ദർശനപരമായിട്ട് അവർ കമ്മ്യൂണിസ്റ്റോട് യോജിക്കുന്നില്ല. അത് സത്യമാണ്. ഈ രണ്ടിനുമിടയിൽ KM മാണി എന്ന് പറയുന്ന ഒരൊറ്റ ആശയത്തിലേക്ക് ആ പാർട്ടി പരിവർത്തനപ്പെടുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ അതിന്റെ നില എന്താണ് എന്നുള്ളതാണ് ഒരു കാര്യം. ശ്രീ PK ഗോപൻ, നോക്കൂ, നമ്മൾ ഇത്രയും നേരം കൊല്ലവുമായി ബന്ധപ്പെട്ടും ഐഷാപൂറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗം അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് വലിയ തിരിച്ചടിയാകുമോ? ശരിയാണ്, ജോസ് കെ മാണി അത് നിരാകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് ഖണ്ഡിതമായി നിരാകരിക്കാനൊന്നും കഴിയുന്നില്ല. അദ്ദേഹത്തെ പോലെ കൃത്യമായി നിലപാട് പറയാൻ ശേഷിയുള്ള ഒരാൾക്ക് ഏറെ ശ്രമങ്ങളും ഏറെ വാചകങ്ങളും എടുക്കേണ്ടി വന്നു അതൊന്ന് വിശദീകരിക്കാൻ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ LDF-ലെ ഉറപ്പിനെ CPM സംശയിക്കുന്നുണ്ടോ? ശ്രീമതി മാധു, ജോസ് കെ മാണിയുടെ വളരെ ചെറിയൊരു ഫേസ്ബുക്ക് പേജ്
ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒഴിവാക്കാനാകാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്ത് ഇടതുമുന്നണി സംഘടിപ്പിച്ച സമരപരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ്. കൂടാതെ പാർട്ടിയുടെ മുഴുവൻ MLA-മാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സത്യം ഇതായിരിക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ബോധപൂർവം പാർട്ടിയെ അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമാണ്. ഇതിനെ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി എതിർക്കും. ഇതിനേക്കാൾ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഉയർന്നു വരുന്ന വിവാദത്തിൽ കേരള കോൺഗ്രസ് ചെയർമാന് പറയാൻ കഴിയുമോ? ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ വെറുതെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതായത് ജോസ് കെ മാണിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാതെ ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് 2 എഡിറ്റ് ഹിസ്റ്ററിയെ കുറിച്ച് കൂടി ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതിലെവിടെയെങ്കിലും ആദ്യത്തെ പോസ്റ്റിൽ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നൊരു വരി അങ്ങേക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇല്ല, അത് പിന്നീട് ചേർത്തതാണ്. ഇല്ല, എഡിറ്റ് ഹിസ്റ്ററിയാണ്. ആദ്യം ചെയ്ത പോസ്റ്റിൽ അതില്ല. അല്ല, ആയിക്കൊള്ളട്ടെ. ഈ മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീരമായ അഭിപ്രായമുണ്ട് ശ്രീമതി മാധു. എൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു പ്രശ്നത്തെ സംബന്ധിച്ച് ഏറ്റവും അവസാനം പറഞ്ഞതാണ് എൻ്റെ നിലപാട്. ഇതാണ് മഹാത്മജിയുടെ പ്രസിദ്ധമായ വാക്യം. അതുകൊണ്ട് മാറി മാറി വരുന്ന സംഭവവികാസങ്ങളിൽ ഒരാൾ ഏറ്റവും അവസാനമായിട്ട് എടുക്കുന്നതാണ് അയാളുടെ നിലപാടെന്ന് പറഞ്ഞാൽ. അതാണ് അതിന്റെ നിലപാടുകളെ സംബന്ധിച്ചുള്ള ചരിത്രം. പ്രശ്നം എന്താ? ശ്രീ എബ്രഹാം ഗോപൻ പറഞ്ഞത് കൂടി ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞിട്ടുള്ളതിൽ അങ്ങനെ ഒരു അല്ലെ, രാഷ്ട്രീയത്തിൽ അങ്ങനെ അവസാനം പറയുന്നതില്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. അങ്ങനെ കാരണം UDF-ൽ നിന്ന് LDF-ലേക്ക് വരുന്ന സമയത്തും ആദ്യ സമയത്ത് കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതും പിന്നീട് പലവട്ടം ചരിത്രത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര തവണ പിളർന്നിട്ടുള്ളപ്പോഴും ഒന്നും അവസാനം പറഞ്ഞതിൽ ഉറച്ചു നിന്നിട്ടുള്ള പാർട്ടിയല്ല അത്. യെസ്, അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ വന്ന കാര്യത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് ശ്രീ എബ്രഹാം മാത്യു ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് വളരെ കറക്റ്റാണ്. കേരളത്തിൽ കേരള കോൺഗ്രസ് ഉണ്ടാവുന്നത് കോൺഗ്രസുമായിട്ടുള്ള സമരത്തിലാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കേരളത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴും എന്നും അന്നും ഇന്നും, അതായത് 6 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനുണ്ടായിരിക്കെ കേരളത്തിന് എയിംസ് കൊടുത്തവരല്ല അവർ, പാലക്കാട് കോച്ച് ഫാക്ടറി കൊടുത്തവരല്ല, ഒരു വികസനം ഇവിടെ കൊണ്ടുവന്നവരല്ല. ഇപ്പോഴും 19 MP-മാർ കേരളത്തെ സംബന്ധിക്കുന്ന ചർച്ച പാർലമെന്റിൽ പോയി കേരള രാഷ്ട്രീയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന് വേണ്ടി യാതൊന്നും വാദിക്കുന്നവരല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് കേരള കോൺഗ്രസ് ഉണ്ടാവുന്നത്. അതായത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്ന രാഷ്ട്രീയ സമരത്തിൻ്റെ ഉൽപ്പന്നമാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് അവർക്ക് പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള എല്ലാ അടിത്തറയുണ്ട്. രണ്ടാമത് വോട്ട് ചോർന്നതിനെ കുറിച്ച് പറയുമ്പോൾ, വോട്ട് ഇടതുപക്ഷത്തിന് സീറ്റ് നഷ്ടപ്പെട്ടില്ലേ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നഷ്ടം ഉണ്ടായില്ലേ? ബ്ലോക്ക് നഷ്ടപ്പെട്ടില്ലേ? കോർപ്പറേഷൻ നഷ്ടപ്പെട്ടില്ലേ? അത് മാണിക്ക് മാത്രമായിട്ടുണ്ടായി, കേരള കോൺഗ്രസ് മാണിക്ക് മാത്രമായിട്ടുള്ള ഒരു നഷ്ടമല്ല അത് തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രത്തിൽ വന്ന ഒരു ബാക്കിംഗ് ആണ്, അല്ല ഒരു പിറകോട്ടടിയാണ്. ആ പിറകോട്ടടി കേരളത്തിലെ വികസനത്തെ പൂർണ്ണമായി ജനങ്ങളിൽ എത്തിച്ച് ഒരുമിച്ച് മുന്നേറിയാൽ, അതായത് 3 ജാഥകൾ, CPI സെക്രട്ടറി, CPIM സെക്രട്ടറി, കേരള കോൺഗ്രസ് ചെയർമാൻ, ഈ 3 ജാഥകൾ നടത്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും തുടർന്നുള്ള കേരളത്തിന്റെ കാഴ്ചപ്പാടും ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ രാഷ്ട്രീയത്തിൽ നടക്കുന്ന മലീമസമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്ത് വികസനം പോർമുഖത്തേക്ക് കൊണ്ടുവന്നാൽ കേരളത്തിൽ ആ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് 110 സീറ്റിന്റെ ടാർഗറ്റ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അല്ല ഒരു കാര്യം കൂടി പറയട്ടെ. ഈ 100 സീറ്റ് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞവർ പിന്നെന്തിനാ മറ്റ് കക്ഷികളെ തിരക്കി നടക്കുന്നേ? അപ്പൊ ആത്മവിശ്വാസ കുറവുണ്ടെന്നുള്ളതല്ലേ? കേരള കോൺഗ്രസിനെ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല. അല്ല, UDF വിപുലീകരിക്കുമെന്നും അതിൽ തന്നെ മുന്നണി വിപുലീകരിക്കുക എന്ന് പറഞ്ഞാൽ മുന്നണി
100 സീറ്റ് കിട്ടും, ഞങ്ങൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവർ പിന്നെന്തിനാണ് മറ്റൊരു പാർട്ടിയെ ക്ഷണിക്കാൻ നടക്കുന്നത്? അപ്പൊ ആത്മവിശ്വാസം നേതാവ് അത് പറഞ്ഞത്, അതുകൊണ്ട് ആ പ്ലാനും കൂടെ കൂട്ടിയിട്ടുള്ളതായിരിക്കാം വേണമെങ്കിൽ. ഞാൻ മാധു ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ പെട്ടെന്ന് പറയണേ. മാധു ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ? മാധു ഒരു മിനിറ്റ്. എബ്രഹാം മാത്യു സാറ് എഴുതിയ പി.ടി. ചാക്കോയുടെ ജീവചരിത്രത്തിൽ കേരള കോൺഗ്രസ് ഉണ്ടായത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് ചോദിക്കാമോ? ശരി, അത് അദ്ദേഹത്തിന് ടേൺ ചോദിക്കാം. അദ്ദേഹം ചോദ്യം കേട്ടു. ശരി, ശ്രീ സന്ദീപ് വാര്യർ നോക്കൂ, ഐഷ പുറ്റി ഒരു അത്ഭുതമാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുന്നു. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വിസ്മയമാണ് എങ്കിൽ അത് ഏറെക്കുറെ ചീറ്റിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിരാകരണത്തോടു കൂടി വരുന്നത്. ഇനി എന്ത് വിസ്മയത്തിനാണ് UDF കാത്തിരിക്കുന്നത്? ഒന്ന്, ഇവിടെ കുറെ കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. കാരണം എനിക്കൊന്ന് എൻ്റെ ഒരു ടേൺ ഒഴിവായി പോയി എന്ന്. ഇല്ല, അതങ്ങനെ തെറ്റിദ്ധാരണയാണ്. അതായത് അദ്ദേഹം രണ്ടാമത്തെ മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ മറുപടിക്ക് വേണ്ടി അങ്ങേലേക്ക് വന്നതാണ്. എനിക്ക് കൂടുതൽ പറയാനുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. നമുക്കിവിടെ രാഷ്ട്രീയം എന്നുള്ളത് ഒഴുക്കില്ലാത്തൊരു തടാകമല്ല, അതിങ്ങനെ തുടർച്ചയായിട്ട് ഒഴുകിപ്പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ഇന്നത്തെ ദിവസം സ്വീകരിച്ചിട്ടുള്ള നിലപാട് അടുത്ത ആഴ്ച അത് തന്നെ ആയിരിക്കണം എന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഇവരൊക്കെ പ്രത്യയശാസ്ത്രപരമായിട്ട് കേരള കോൺഗ്രസിൻ്റെയും ബന്ധത്തെക്കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആ പാർട്ടികൾ പിളർന്നിട്ടുള്ളതും യോജിച്ചിട്ടുള്ളതൊന്നും പ്രത്യയശാസ്ത്രപരമായിട്ടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു. വളരെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ആളുകളാണ് കേരള കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ്. എനിക്ക് തോന്നിടത്തോളം കേരള കോൺഗ്രസിന് ഏറ്റവും കൃത്യമായി യോജിച്ച് നിൽക്കാൻ കഴിയുന്ന മുന്നണി എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക സാഹചര്യത്തിൽ അത് UDF ആണ്. എല്ലാ സമയത്തും UDFനൊപ്പം നിൽക്കുമ്പോഴാണ് അവർക്ക് അർഹിച്ചിട്ടുള്ള ബഹുമാനം കിട്ടിയിട്ടുള്ളത്, ആദരവ് കിട്ടിയിട്ടുള്ളത്. മറുവശത്ത് ഇടതുപക്ഷത്തുള്ള പാർട്ടികൾക്കൊക്കെ പലപ്പോഴും അതിനകത്ത് CPMൻ്റെ ഒരു വലിയേട്ടൻ മനോഭാവത്തിനോട് പ്രതിരോധിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഒടുക്കം PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ CPIക്ക് നേരിട്ടുള്ള വലിയ ദുരനുഭവം ഉണ്ടല്ലോ. മന്ത്രിസഭയ്ക്കകത്തിരിക്കുന്ന രാജനോട് പോലും ഒരു വാക്ക് പറയാതെ ഡൽഹിയിൽ പോയി PM ശ്രീ ഒപ്പിട്ടതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പുകിൽ നമുക്കറിയാം. ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് വിനോയ് വിശ്വം പറഞ്ഞത്. പറഞ്ഞു വരുന്നത് CPI ആണ് വിസ്മയം എന്നാണോ? അല്ല, ഞാൻ പറയും CPI വിസ്മയം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു 100 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞവരെന്തിനാണ് ഇനിയും പാർട്ടികളെ തേടി നടക്കുന്നത്? ഈ 100 റൺസ് അടിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ഉടനെ ഡിക്ലെയർ ചെയ്യാറില്ലല്ലോ. അദ്ദേഹം അതിന് ഞങ്ങൾ 130 കിട്ടിയാൽ ഞങ്ങൾക്ക് എന്താ പുളിക്കുമോ? സ്വാഭാവികമായിട്ടും കൂടുതൽ സീറ്റിന് വേണ്ടി പരിശ്രമിക്കും. ഇവിടെ 100 സീറ്റ് എന്ന് ആത്മവിശ്വാസത്തോട് പറയുന്നത് ഇടത് ഭരണത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവരാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇതുപോലെ റിസൾട്ട് വരുമെന്ന്? ലോക്കൽ ബോഡിയിലൊക്കെ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണല്ലോ LDF. പക്ഷേ ഗ്രൗണ്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട്. അത് എല്ലാ CPM ഇടതുപക്ഷത്തിനകത്തുള്ള പാർട്ടികൾ കൂടി ആ കാര്യം ബോധ്യമുണ്ട്. അതൊരു മുങ്ങുന്ന കപ്പലാണെന്നും കപ്പിത്താൻ അടക്കം മുങ്ങിപ്പോകാൻ പോവുകയാണെന്ന് എനിക്ക് കൃത്യമായിട്ട്, അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. 139 ചിലപ്പോൾ തോൽക്കാൻ, ബാലോപാലും മാത്രം ജയിക്കുന്ന അദ്ദേഹം പറഞ്ഞല്ലോ. ധർമ്മടം വരെ തോൽക്കാന്നാ പറഞ്ഞത്. ആത്മവിശ്വാസ പ്രഖ്യാപനമാണ്, അല്ലാതെ ധർമ്മടത്ത്. ഞാൻ പറയാം, അല്ല ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. ഈ കൊട്ടാരക്കര സീറ്റ് അദ്ദേഹം ഇപ്പോൾ ഈ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ബാലഗോപാൽ ജയിക്കുന്നുണ്ട്. അത് ബാലഗോപാലിനോടുകൂടി ഒന്ന് പറയണം. കാരണം ബാലഗോപാലെ കൊട്ടാരക്കരത്ത് മാറാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരു ആത്മവിശ്വാസവും ഇല്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കാര്യമായിട്ട് ഒരു പ്രവൃത്തി അദ്ദേഹം അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് മാറാൻ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചാനൽ ചർച്ച ഇപ്പോൾ പറയാമെന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഈ വിസ്മയം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വിവിധ സെഗ്മെൻറ്റുകളിലുള്ള ആളുകൾ UDFുമായിട്ട് യോജിക്കുമെന്നുള്ളതാണ്. അത് അടുത്ത ദിവസങ്ങളിൽ, ഇപ്പോൾ ഈ 100 ദിവസം ബാക്കിയിരിക്കുകയല്ല, ഇലക്ഷൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും UDFന് അനുകൂലമായിട്ടൊരു സാമൂഹിക പരിസ്ഥിതി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് കേരളത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ. അതിൻ്റെ അനുരണനങ്ങൾ LDFനകത്തുണ്ടാകും, അതിൻ്റെ പൊട്ടിത്തെറികളുണ്ടാകും, അതിൻ്റെ ഭാഗമായിട്ട് ചിലർ പങ്കെടുക്കാതെ വരും. അതൊക്കെ സ്വാഭാവികം മാത്രം. ഞങ്ങൾ എന്തായാലും ഈ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ അതെല്ലാം ഒരു മാധ്യമ ചർച്ചയിൽ വന്ന് പറയേണ്ട കാര്യമല്ലോ. പല രാഷ്ട്രീയ ചർച്ചകളും പല ആളുകളുമായിട്ട് നടന്നിട്ടുണ്ടാകാം, നടന്നിട്ടില്ലായിരിക്കാം. അതൊക്കെ മാധ്യമങ്ങൾക്ക് അസ്യൂം ചെയ്യാനും പ്രഡിക്റ്റ് ചെയ്യാനും ഒക്കെ അവകാശമുണ്ട്, അതിന് നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നിസ്സംശയം പറയാം, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള എനിക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് അവരുടെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്ന, എല്ലാ ബഹുമാനങ്ങളോടും നിൽക്കാൻ കഴിയുന്ന ഒരു മുന്നണി എന്ന് പറയുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. കേരളത്തിലെ എല്ലാ സമുദായങ്ങൾക്കും എല്ലാ താല്പര്യമുള്ള ആളുകൾക്കും ഒക്കെ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം വളരെ റെസ്പെക്ട് കൊടുത്ത് നിർത്തുന്ന ഒരു മുന്നണി എന്ന് പറയുന്നത് അത് UDF ആണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അങ്ങനെയൊക്കെയാണ് എന്ന് പ്രാഥമികമായി തോന്നേണ്ടത് KM മാണിയുടെ പാർട്ടിക്കാണ്. അത് അങ്ങനെ തോന്നാത്തതുകൊണ്ടാണ് അവർ ഇപ്പോൾ LDFിൽ ഇരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന ഒരു തടാകമേ അല്ല, അതൊരു പുഴയാണ്, അതൊരു നദിയാണ്. അതൊരു നദിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഇന്ന പാർട്ടിയൊന്നും പറയുന്നില്ല.
അപ്പോൾ ഈ LDF-നകത്തുള്ള ഇന്ന പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണിക്കകത്തുള്ള ഇന്ന പാർട്ടി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള നിലപാടുകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾ അങ്ങേയറ്റം വെറുത്തു കഴിഞ്ഞൊരു സർക്കാരിൻ്റെ ആ മുന്നണിയുടെ ഭാഗമായി തുടരുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അതിനകത്തുള്ള ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ തന്നെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള സെഗ്മെൻറ്റുകൾക്കും ആ കാര്യം കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ആ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടൊരു സർക്കാരല്ലേ. ആ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ കർഷകരില്ല എന്ന് പറയുന്നതിന് എനിക്ക് തോന്നുന്നില്ല. എത്രയോ കർഷകരുണ്ട്, പക്ഷെ അവരൊക്കെ വലിയ പ്രയാസത്തിലാണ്. ആ കർഷകരെ പ്രയാസങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അവർ ഗവൺമെന്റിന്റെ ഭാഗമായതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ശരി, ഓക്കെ. നോക്കൂ, ഒറ്റ മിനിറ്റ് അങ്ങ് കൂട്ടിച്ചേർത്തോളൂ. പക്ഷെ നോക്കൂ, കർഷകരില്ല എന്നങ്ങ് പറഞ്ഞപ്പോൾ ഞാനും അത്ഭുതത്തോടെ നോക്കിയത്. കാരണം പാമ്പ്ലാനി പിതാവ് റബ്ബറിന് 300 രൂപ വില നൽകുകയാണെങ്കിൽ MBA നൽകുമെന്ന് പറയുന്നത് കർഷകർക്ക് വേണ്ടി തന്നെയാണ്. അല്ല, കർഷകർ ഇല്ല എന്നുള്ള പ്രയോഗം ഒരു ആലങ്കാരിക പ്രയോഗമാണ്. നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഉടനെ പോയി ആത്മഹത്യ ചെയ്യില്ലല്ലോ. മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികാരമാണ്. കർഷകരില്ല എന്നുള്ളൊരു വികാരമാണ്. കാർഷിക വൃത്തി കുറഞ്ഞു. പുതിയ ആളുകൾ ആരും കാർഷിക മേഖലയിലേക്ക് വരുന്നില്ല. ഉള്ളവർ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ കർഷക സംസ്കാരം ഇല്ലാതാവുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ സന്ദീപിനോടൊരു കൗതുകകരമായ ഒരു കാര്യം, ഐക്യജനാധിപത്യ മുന്നണിയിലാണ് ഘടകകക്ഷികൾക്ക് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു. ഈ KM മാണി മന്ത്രിയായിരുന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അളവെടുത്തത്. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും അളവെടുക്കുകയും അദ്ദേഹത്തിൻ്റെ രഹസ്യമായിട്ട് നിരീക്ഷിക്കാൻ പോലീസിനെ വിടുകയൊക്കെ ചെയ്തത് ഈ കഴിഞ്ഞ UDF സമയത്തായിരുന്നല്ലോ. പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തല്ലേ. അപ്പോൾ അല്ല, ഞാൻ പറയാം, മുന്നണികളിൽ റെസ്പെക്റ്റും ഡിസ്റെസ്പെക്റ്റും ഒക്കെ വന്നിട്ടുണ്ട് പല കാലങ്ങളിലായിട്ട്. ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ അതെല്ലാം ആ കോണ്ടെക്സ്റ്റിലും കൂടി കാണേണ്ട കാര്യങ്ങളാണ്. ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തുള്ള കോണ്ടെക്സ്റ്റിൽ കാണേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതാ പറഞ്ഞത്, രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തടാകം പോലെ കെട്ടിക്കിടക്കുന്നല്ല, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പഴയ പണ്ട് കാലത്തുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളുടെ പേരിലൊന്നുമല്ല UDF-നകത്ത് ഉണ്ടായിരുന്ന ഒരു പ്ലേസ്മെന്റ് എന്തായിരുന്നു എന്ന് വിലയിരുത്തേണ്ടത്. അവിടെ വളരെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് LDF-ന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന സഖ്യകക്ഷികൾക്ക്, CPI ഒഴികെയുള്ള സഖ്യകക്ഷികൾ കിട്ടുന്ന വകുപ്പുകളുടെ പ്രാധാന്യം പരിശോധിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അഭ്യൂഹം ഉണ്ടായതിൻ്റെ ഈ ചർച്ചയ്ക്ക് തന്നെ നിദാനമായ കാര്യം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത്, ഈ 16-ാം തീയതി കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റുമാരുടെ താല്പര്യങ്ങൾ നിലപാട് അറിയാൻ വേണ്ടി KM മാണി വിളിച്ചിരിക്കുന്ന മീറ്റിംഗാണ്. ജോസ് കെ മാണി വിളിച്ചിരിക്കുന്ന മീറ്റിംഗാണ്. അതുകൊണ്ടാണ് ആ ഒരു മീറ്റിങ്ങിൻ്റെ ആ ഒരു യോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുള്ളത് സത്യം തന്നെയാണ്. അതിനുള്ളിൽ തന്നെ വരുന്നതാണ്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമുണ്ട്, അതിന് മുമ്പ് ഇങ്ങനെ ഒരു വിഷയം വരണം, അതുകൊണ്ട് ചർച്ചയാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ വരുന്നതാണ്. ആ നിലയ്ക്കല്ലാതെ ഇപ്പോൾ കേരള കോൺഗ്രസിലെ നേതാക്കളുടെ ഉള്ളിലിരിപ്പ് ഒരു ദിവസം ഒരു ദേശീയ മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ പ്രിന്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. ഇപ്പോൾ സോണിയാഗാന്ധി വിളിച്ചു എന്നുള്ളതല്ലേ, സോണിയാഗാന്ധി വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ കോൺഗ്രസ് ലീഡർഷിപ്പ് അത് വിളിച്ചില്ലെന്നോ ഒരു ഖണ്ഡിതമായിട്ട് പറയുന്നില്ല. ആവശ്യമാണല്ലോ, അതെ, അങ്ങനെ വിളിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പക്ഷേ അവരും നിഷേധിച്ചിട്ടില്ല, കേരള കോൺഗ്രസ് നിഷേധിച്ചിട്ടില്ല. അല്ല, ഓൺ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ അങ്ങനെ ഇപ്പം നോക്കൂ, ജോസ് കെ മാണിക്ക് LDF-ൽ തുടരും എന്ന കാര്യം പറയാം, പക്ഷേ സോണിയാഗാന്ധി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇനി സോണിയാഗാന്ധി വിളിച്ചാൽ തന്നെ ദേശീയ തലത്തിൽ അവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും. ചർച്ച നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ് ഈ കേട്ട് വന്നിട്ടുള്ള നേതാക്കൾ. മാധു തന്നെ പറയും 16-ാം തീയതി ഞാൻ പറയില്ല, പക്ഷെ ചർച്ച നടന്നിട്ടുണ്ട്. ശരി, ശ്രീകുമാർ മനിയിൽ നോക്കൂ, അതായത് കേരള കോൺഗ്രസിന്റെ സ്വാഭാവിക കക്ഷി എന്നുള്ളതിനപ്പുറത്ത് എല്ലാ കാലത്തും വളരെ പ്രാദേശികമായ വിഷയങ്ങളും പ്രാദേശികമായ വികസന വിഷയങ്ങളും കേരള കോൺഗ്രസിന്റെ താല്പര്യവും മലയോര മേഖലയുടെ രാഷ്ട്രീയ താല്പര്യവും സഭാ രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് കേരള കോൺഗ്രസ് നിലപാടെടുത്തിട്ടുള്ളത്. അവർക്ക് UDF-ലേക്ക് തിരികെ പോവുകയാണെങ്കിൽ 2 കൈയും നീട്ടി UDF സ്വീകരിക്കും, അതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ LDF-ൽ നിന്ന് മാറാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ കൂടി അവർക്കുണ്ട്. അത് ഇത്രയും കാലം നോക്കൂ, ഇപ്പം മുൻപ് KM മാണി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നിടത്ത് വോട്ട് കുത്തുന്ന ഒരു വലിയ സാമ്രാജ്യം പാലാ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് തുടരുമോ എന്നറിയില്ല. ശ്രീ എബ്രഹാം മാത്യു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജനറേഷൻ മാറിയിട്ടുണ്ട്. വോട്ട് ചെയ്യാനുള്ള ഒരു യങ്ങർ ജനറേഷൻ നിലവിൽ അവിടെ ഇല്ല, പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുമില്ല. മാറിയ കാലത്ത് ആ നിലയ്ക്കുള്ളൊരു സാമ്രാജ്യം അങ്ങനെ തന്നെ എടുത്ത് LDF-ൽ നിന്നും UDF-ലേക്കും UDF-ൽ നിന്ന് LDF-ലേക്കും കൊണ്ടുപോകാൻ കഴിയുന്ന ത്രാണിയൊക്കെ നിലവിൽ അതിനുണ്ടോ? അല്ല മാധു, അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എബ്രഹാം മാത്യു സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ KM മാണി എന്നൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. ആ കാലം മാറി. പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിൽ
ഈ പറയുന്ന പോലെ ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥ വരും. പലരും വിദേശങ്ങളിലേക്ക് കുടിയേറി കഴിഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളായ സമുദായത്തിൻ്റെ പ്രശ്നം തന്നെ, അവർ നേരിടുന്ന പ്രശ്നം അവരുടെ സഭാപിതാക്കന്മാർ പറയുന്നത് തന്നെ ഈ ഞങ്ങളുടെ ഇടയിൽ ചെറുപ്പക്കാരില്ല, അവരെല്ലാവരും വിദേശത്തേക്ക് പോയി, പ്രായമായവർ മാത്രമേ വീട്ടിലുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ അതൊരു ആ സാമൂഹ്യ അവസ്ഥയെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പരിവർത്തനം ചെയ്ത് ആലോചിക്കുമ്പോൾ കേരള കോൺഗ്രസ് നേരിടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രതിസന്ധിയുടെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ നമ്മുടെ മുമ്പിൽ ദൃശ്യമാകുന്നത്. കാരണം ഇനി ഇടതുപക്ഷത്ത് നിൽക്കാൻ കാരണം കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന് ഒരിക്കലും ഇനി ഇടതുപക്ഷമായിട്ടോ CPM-മായിട്ടോ അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കുപോക്ക് നടത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല ഇനി നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ എപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നേരത്തെ പറഞ്ഞ പോലെ ആ പ്രദേശം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ DMK എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിൽക്കുന്ന AIDMK എന്തുകൊണ്ടാണ് നിൽക്കുന്നത്, ആ പ്രദേശം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ നമ്മൾ പറയുന്ന രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് ഉത്ഭവിച്ച, കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന, കേരള കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യുന്ന ആ രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് അവിടെ അവരുടെ വോട്ട് ബാങ്ക് ശോഷിച്ചു വരികയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു ഷെൽട്ടർ എന്ന് പറയുന്നത് UDF. കാരണം UDF ആയിട്ടാണ് കുറച്ചുകൂടെ അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്, യോജിക്കാൻ പറ്റുന്നത്. UDF ആയിട്ടാണ് കുറച്ചുകൂടെ അവർക്ക് കാര്യങ്ങൾ ഇടപഴകാനും സംസാരിക്കാനും കഴിയുന്നത് കോൺഗ്രസ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണഗതി CPM-ൽ നിന്നിട്ട് എന്താണ് ഈ പിണറായിക്ക് ശേഷം എന്താണ് CPM എന്നുള്ള ചോദ്യം കേരള കോൺഗ്രസിനുണ്ട്, സഭാപിതാക്കന്മാർക്കുണ്ട്, മറ്റു പലർക്കുമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം തേടുക കൂടിയാണ് ഈ പറയുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പിണറായിക്ക് ശേഷം ആരാണ് CPM-നെ നയിക്കുക? ആരാണ് 2026-ന് ശേഷം CPM-ന്റെ അവസ്ഥ എന്താണ്? പിന്നെ ഇടതു മുന്നണിയിൽ നിന്നിട്ട് എന്ത് കാര്യം? പ്രായോഗികം തന്നെയാണ് ജോസ് കെ മാണിയെ മുന്നണി മാറാൻ പ്രേരിപ്പിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. 2026-ന് ശേഷം ഇടതു മുന്നണിയുടെ അവസ്ഥ എന്താ? ഇപ്പൊ ഗോപനൊക്കെ പറയായിരിക്കും 100 സീറ്റ്, ഓക്കെ, അവർക്കത് പറഞ്ഞല്ലേ പറ്റൂ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് സംഭവിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ആ സാഹചര്യം എന്ന് പറയുന്നത് 2026-ൽ LDF ഭരണം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് അവിടെ നിൽക്കുകയാണെങ്കിൽ അവരുടെ പ്രസക്തി എന്താണ്? ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനും ജേക്കബ് ഗ്രൂപ്പിനും ആളുകളില്ല, അത്ര വലിയ പാർട്ടികളല്ല അവർ. ആകെ ഉള്ള പാർട്ടി എന്ന് പറയുന്നത് മാണി ഗ്രൂപ്പാണ്. മാണിക്കാണ് ആളുകളുള്ളൂ, പ്രവർത്തകരുള്ളൂ, മറ്റേ ജനപ്രതിനിധികളുള്ളൂ. അപ്പോൾ അവർ അവിടെ നിന്ന് LDF-ൽ നിന്ന് വെറുതെ ഒരു കേരള കോൺഗ്രസ് പോലെ ശോഷിച്ച് പോകണ്ട എന്ന് ഈ സഭാപിതാക്കന്മാർക്ക് തോന്നിയത് കൊണ്ടാണ് ജോസ് കെ മാണിയിൽ സമ്മർദ്ദം ചെലുത്തി അവർ UDF-ൽ എത്തി. പക്ഷേ ഈ പാർട്ടി പിളരുമോ എന്നുള്ള ഭയം, ഒരു കേരള കോൺഗ്രസ് റോഷി വിഭാഗം രൂപമെടുക്കുമോ എന്നുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ ജോസ് കെ മാണി പിടിച്ചു നിർത്തുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവസാനം പറയാന്ന് വെച്ചാൽ മാത്രമേ ഉള്ളൂ, കേരള കോൺഗ്രസ് റോഷി വിഭാഗം കൂടി ഉണ്ടാവും എന്നുള്ള ഭീതി മാത്രമേ ഉള്ളൂ അതിനകത്ത്. ശരി. PK ഗോപൻ, അവസാനമായി ഞാൻ അങ്ങയിലേക്കാണ്. 2026-ൽ ഈ സമവാക്യങ്ങളൊക്കെ മാറുകയാണ് എങ്കിൽ LDF-ന്റെ ഭരണം എന്നുള്ളത് 3.0 എന്ന് പറയുന്നത് സ്വപ്നമായിരിക്കും എന്നുള്ളതാണ് UDF-ന്റെ പ്രതിനിധികളും രാഷ്ട്രീയ നിരീക്ഷകളും ഒക്കെ പറയുന്നത്. അല്ല, സ്വപ്നം കാണാനുള്ള അവകാശത്തിന് നികുതി ഏർപ്പെടുത്താത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ സ്വപ്നം കാണാം. പക്ഷേ ശ്രീമതി മാധു വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വികസനത്തിന് വലിയ ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്ന വികസനം, അല്ല ഇപ്പൊ അങ്ങനെ ഇടയ്ക്ക് കയറല്ലേ സുഹൃത്ത്, അങ്ങനെ ഇടയ്ക്ക് കയറല്ലേ, എന്റെ അവസാന സമയമാണ്, ഇടയ്ക്ക് കയറല്ലേ, ദയവായിട്ട് അങ്ങനെ ചെയ്യല്ലേ, അല്ല അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്ത് അല്ല അവസാന സമയത്ത് ചർച്ച അലമ്പാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അവസാന സമയത്ത് മാധുവിന് ശരിയല്ല, അവസാന സമയത്ത് ചർച്ച അലമ്പാക്കുന്ന ഇത്തരം അവതാരങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കല്ലേ, അല്ല അവസാന സമയത്ത് ചർച്ച അലമ്പാക്കുന്ന ഇത്തരം അവതാരങ്ങളുമായിട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കല്ലേ, ശരിയായ ഒരു ഏർപ്പാടല്ല. അതായത് കേരളത്തിൽ ചൂരൽമലയിലെ പണം എവിടെയെന്ന് കേരള കോൺഗ്രസ് ചോദിക്കുകയാണ്. 30 സെക്കൻഡ് കൊണ്ട് 300 വീട് നിർമ്മിച്ചതിന്റെ അത്ഭുതത്തെ കുറിച്ച് കേരള കോൺഗ്രസ് ചോദിക്കുകയാണ്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ 10 വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് 100 വർഷം നേടിയ വികസനമാണ് നടപ്പിലായിട്ടുള്ളത്. ഇതുപോലാണ് നിങ്ങൾ അലമ്പാക്കുന്നത്, എല്ലാത്തിലും നിങ്ങൾ ഇങ്ങനെ അലമ്പാക്കുന്നത്. നിങ്ങളാണോ ഈ ഐക്യ ജനാധിപത്യ മുന്നണി? ശ്രീമതി മാധു, നാട്ടിൽ നെയ്യപ്പം എന്നൊരു പലഹാരമുണ്ട്, നെയ്യും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊരു ഐക്യവും ജനാധിപത്യവും എന്ന് പറയുന്ന സാധനമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു മുന്നണിയാണ്. തമ്മിലടിയുടെയും വഴക്കിന്റെയും ഒരു കോർപ്പറേഷന്റെ നോക്കൂ, നമ്മൾ എല്ലാവരിലേക്കും പോയി, കുറച്ച് സമയം ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് ടേൺ അനുസരിച്ച് തന്നെ പോയി എന്നേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ ഇടപെട്ടതിൽ അങ്ങ് അസ്വസ്ഥനാവുകയും ചെയ്തു. വളരെ നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.